എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 5-ലെ പാർട്ട് 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 60-ാമത്തെ ക്വസ്റ്റ്യൻ, ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണമെന്ത്? ഓപ്ഷൻ എ ആണ് ആൻസർ, അപവർത്തനം. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നതിന് കാരണം അപവർത്തനമാണ്. പ്രകാശം മാധ്യമത്തിലെ കണികകളിൽ പതിച്ച് സംഭവിക്കുന്ന ക്രമരഹിതമായ പ്രതിഫലനമാണ് വിസരണം. പ്രകാശം മാധ്യമത്തിലെ കണികകളിൽ പതിച്ച് സംഭവിക്കുന്ന ക്രമരഹിതമായ പ്രതിഫലനമാണ് വിസരണം. ഒരു സംയുക്ത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിനെ പ്രകീർണനം എന്ന് പറയുന്നു. ഒരു സംയുക്ത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിനെ പ്രകീർണനം എന്ന് പറയുന്നു. 61-ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മുഹമ്മദ് യൂനസ്. മുഹമ്മദ് യൂനസ് ആണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ്. 62-ാമത്തെ ക്വസ്റ്റ്യൻ, ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്കൂൾ വിദ്യാഭ്യാസം. ഖാദർ കമ്മിറ്റി സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 63-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ക്രോമിയം. ക്രോമിയത്തിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 64-ാമത്തെ ക്വസ്റ്റ്യൻ, സിങ്കിൻ്റെ അയിരേത്? ഓപ്ഷൻ സി ആണ് ആൻസർ, കലാമിൻ. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അയിരുകളാണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അയിരുകളാണ്. ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ്. 65-ാമത്തെ ക്വസ്റ്റ്യൻ, മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഓപ്ഷൻ ബി ആണ് ആൻസർ, കാൽഷ്യം. കാൽഷ്യമാണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. 66-ാമത്തെ ക്വസ്റ്റ്യൻ, ചില ശുദ്ധപദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, നൈട്രജൻ. 67-ാമത്തെ ക്വസ്റ്റ്യൻ, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ആർദ്രം മിഷൻ. ആർദ്രം മിഷനാണ് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം. കേരളത്തിൻ്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഹരിത കേരളം മിഷൻ. കേരളത്തിൻ്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഹരിത കേരളം മിഷൻ. കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. ലൈഫ് എന്നതിൻ്റെ ഫുൾ ഫോമാണ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. 68-ാമത്തെ ക്വസ്റ്റ്യൻ, മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ആശാഭവൻ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ. പ്രതീക്ഷാ ഭവൻ 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാരുടെ പുനരധിവാസത്തിനു വേണ്ടിയാണ് ഈ ഭവനം സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രത്യാശാ ഭവൻ
18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകളെ പരിചരിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമാണ് ഈ ഹോമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകളെ പരിചരിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമാണ് ഈ ഹോമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 69ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജഗത് പ്രകാശ് നഡ്ഡ. ജഗത് പ്രകാശ് നഡ്ഡയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. കേന്ദ്ര തൊഴിൽ യുവജനകാര്യ കായിക മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. കേന്ദ്ര തൊഴിൽ യുവജനകാര്യ കായിക മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ്. കേന്ദ്ര സാംസ്കാരിക മന്ത്രി ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രി ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. 70ാമത്തെ ക്വസ്റ്റ്യൻ, കേസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ സി ആണ് ആൻസർ, കുരങ്ങുപനി. കുരങ്ങുപനിയാണ് കേസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയതാര്? ഓപ്ഷൻ എ ആണ് ആൻസർ, കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത്. 2024 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് വിക്ടർ ആംബ്രോസിനും ഗാരി റോക്കിനുമാണ്. വിക്ടർ ആംബ്രോസിനും ഗാരി റോക്കിനുമാണ് 2024 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത്. മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. 72ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹാവിഷ്യൂർ. ഹാവിഷ്യൂർ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. 73ാമത്തെ ക്വസ്റ്റ്യൻ, മലമ്പനി പകർത്തുന്ന വാഹകജീവി ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, അനോഫിലസ് കൊതുക്. അനോഫിലസ് കൊതുകാണ് മലമ്പനി പരത്തുന്നത്. മന്ത് പരത്തുന്നതാണ് ക്യുലെക്സ് കൊതുകുകൾ. ക്യുലെക്സ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി എന്നിവ പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി എന്നിവ പരത്തുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡിഫ്തീരിയ. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ചിക്കൻഗുനിയ എന്നിവ വൈറസ് രോഗങ്ങളാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, 1, 2 ശരി. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. 76ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാരഘടകം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മാംസ്യം. മാംസ്യമാണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാരഘടകം. 77ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ, വൈറ്റമിൻ സി, സ്കെർവി എന്നതാണ് ശരിയായ ആൻസർ. വിറ്റാമിൻ എ നിശാന്തതയാണ്. വിറ്റാമിൻ ബി ബെറിബെറി, വിറ്റാമിൻ ഡി കണ. വിറ്റാമിൻ എ നിശാന്തത, വിറ്റാമിൻ ബി ബെറിബെറി, വിറ്റാമിൻ ഡി കണ, വിറ്റാമിൻ സി സ്കെർവി. 78ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന പ്രമേയമാണ് 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 79ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏത്?
ഓപ്ഷൻ ബി ആണ് ആൻസർ, പക്ഷാഘാതം. പക്ഷാഘാതമാണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ. 80-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, എല്ലാം ശരി. വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച എന്നിവയെല്ലാം പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. 5-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.